ഏത് ലഹരിയെയും മറികടക്കാൻ കഴിയും. ജീവിതത്തെ ഏറ്റവും വലിയ ലഹരിയായി കാണാൻ കഴിഞ്ഞാൽ. മലപ്പുറം കീഴുപറമ്പ് സ്വദേശി രതീഷ് ഇത് പറയുമ്പോൾ ജീവിതം കുടിച്ചു തീർത്ത മദ്യത്തിനോടുള്ള മറുപടി ആയിട്ട് കൂടി വേണം എടുക്കാൻ. ഒരു സിനിമാ കഥ പോലെയാണ് രതീഷിന്റെ ജീവിതം. ലഹരിക്കെതിരെ വലിയ സന്ദേശം നൽകുന്ന രതീഷിനെ പരിചയപ്പെടാം ഈ ദിവസം. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഒരു 3-4 കാറ്റഗറിയിലുള്ള മദ്യപരുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടത്തിലുള്ള ഒരു മദ്യപാനിയായിരുന്നു ഞാൻ. മദ്യം ഞാൻ കഴിക്കില്ല, മദ്യം എന്നെ കഴിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. മദ്യം രതീഷിന്റെ ജീവിതത്തിൽ നിന്ന് കവർന്നത് ഏറെയുണ്ട്. 24-ാം വയസ്സിൽ ഉള്ളം കൈയിൽ കിട്ടിയ പോലീസ് ജോലി, സുഖമായി ജീവിക്കാനുള്ള ശമ്പളം കിട്ടിയിരുന്ന ഖത്തറിലെ ജോലി, ചെറുതെങ്കിലും ജീവിക്കാൻ കഴിയുമായിരുന്ന നാട്ടിലെ ബിസിനസ്. ജീവിതത്തിൽ അതുകൊണ്ട് നഷ്ടങ്ങൾ മാത്രമുള്ളൂ എനിക്ക്. കാരണം ഇപ്പം എനിക്ക് 39 വയസ്സായി. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു 24 വയസ്സിനിടയ്ക്ക് ഒരു ജീവിതത്തിൽ എവിടെയോ നല്ല രീതിയിൽ എത്തിപ്പെടേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. MSP പിന്നെ ഒരു ജോലി എനിക്ക് കിട്ടി മീൻസ് അങ്ങനെയല്ല. ഞാൻ PSC പാസ്സായി. പിന്നെ ഫിസിക്കൽ കഴിഞ്ഞ് നേരം എൻ്റെ SLC ബുക്കിൽ PSCയുടെ ഇതിൽ ചെറിയ ഡേറ്റ് ഓഫ് ബർത്ത് ചെറിയ എനിക്ക് ശരിക്കും 6/8/86 ഞാൻ. അപ്പോൾ അതിൽ 8/6/86 അപ്പോൾ സാറ് പറഞ്ഞു ഇത് അവിടെ പോയി തിരുത്തി വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് അവിടെ നിന്ന് ഇറങ്ങി. തിരുത്താൻ പോയ ഞാൻ പിന്നെ രണ്ടെണ്ണം അടിക്കാൻ തിരിഞ്ഞ് ഇത് തിരുത്താൻ പോവാണ്ട് അതിലേക്ക് പോയി എന്നുള്ള. അതിന് ശേഷം പിന്നെ ഞാൻ ഗൾഫിൽ പോയി. വലിയൊരു ശമ്പളത്തിലല്ലെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ജോലിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ജീവിത സുഖങ്ങളൊക്കെ മദ്യപാനം കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കി പോകുന്നതാണ്. ഒരു ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഇതെനിക്കൊരു ഭ്രാന്തായിരുന്നു മദ്യപാനം എന്ന് പറഞ്ഞാൽ. ഒടുവിൽ താൻ ഏറ്റവും സ്നേഹിക്കുന്ന ഭാര്യ 2 കുഞ്ഞുമക്കളെയും കൊണ്ട് പടിയിറങ്ങിയപ്പോഴാണ് രതീഷ് മദ്യം കുടിച്ചു പറ്റിച്ച ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങിയത്. മോനെ ഒറ്റ നോട്ടം കണ്ട് ഞാൻ സന്തോഷിക്കണമല്ലോ. ഈ സന്തോഷിച്ചും വരുമ്പോഴും സങ്കടം വരുമ്പോഴാണ് മദ്യപിക്കുക ശരിക്കും പറയാം. നമ്മളോരോ കാരണങ്ങൾ കണ്ടെത്തും മദ്യപിക്കാണ്ട്. അപ്പം അന്ന് ഞാൻ ഇതുപോലെ മോനെ കണ്ടു. ജസ്റ്റ് ബാറിലേക്കാണ് അന്ന് ഈ കൊറോണ സസ്യമായത്. ബാറിലേക്ക് പോയിട്ട് ബാറിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല, സാധനം കിട്ടും 2-3 ഫുള്ളോ ഞാൻ മേടിച്ചിട്ട് അതെൻ്റെ അവസാനത്തെ വാങ്ങലതായിരുന്നു. മകനും മദ്യത്തെ ഉപേക്ഷിച്ച രതീഷിന്റെ പുതിയ ജീവിതത്തിനും ഒരേ പ്രായമാണ്. ജീവിതത്തിൽ എന്നെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ വൈഫ് പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ആളല്ലല്ലോ എന്നൊരു തോന്നൽ, തിരിച്ചറിവ്, ഒരു തോന്നലുണ്ടായതുകൊണ്ട് എന്താ പറയുക, ഞാനങ്ങനെ എന്തെങ്കിലും എനിക്ക് മാറ്റം വേണമെന്ന് എനിക്ക് തന്നെ ഇങ്ങനെ തോന്നി. ഒരു സുഹൃത്ത് വഴി, എൻ്റെ രമേശ് എന്ന് പറയുന്ന എൻ്റെ റിലേറ്റീവാണ്, സുഹൃത്താണ്. മൂപ്പരാണ് എന്നെ നമ്മുടെ ഫിലിപ്പ് മമ്പാട് സാറെടുത്ത് ഞങ്ങളൊന്ന് ഇതുപോലെ കുറച്ച് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ നിർത്തണം എന്നുള്ള രീതിയിൽ പുള്ളി എന്നോട് സംസാരിച്ചപ്പോഴും അപ്പോൾ എന്താ പറയുക, എനിക്ക് നിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പരസ്യ ബോർഡുകളുടെ നിർമ്മാണ മേഖലയിലാണ് രതീഷ്. വലിയ ഒട്ടേറെ സ്ഥാപനങ്ങളുമായി ബന്ധം. രാവും പകലും വിശ്രമമില്ലാതെ ഓടി നടന്ന് ജോലി ചെയ്യുകയാണ് ഇപ്പോഴീ 39-കാരൻ. ഒപ്പം പിന്തുണയുമായി ഭാര്യയും മക്കളും അമ്മയും അച്ഛനും എല്ലാവരുമുണ്ട്. സ്വന്തമായിട്ട് ഫ്ലാറ്റിൽ താമസിക്കുന്ന അവൻ്റെ ജോലി കാര്യങ്ങൾ ഇപ്പോൾ അവൻ്റെ ലഹരി അവൻ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ ജോലിയാണ്. പിന്നെ മോളപ്പോൾ 1-2 ഒരാളെടുത്ത് അല്ല 2 ഡാൻസിന് ഇവിടെ ഉണ്ട്. പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ ഒരു മദ്യപാനത്തിലൂടെ ആണെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. അപ്പോൾ അരങ്ങേറ്റത്തിനൊക്കെ ഗുരുവായൂർ പോയി അരങ്ങേറ്റം കഴിഞ്ഞു. ഇതൊക്കെ ഈ മദ്യപാനം നിർത്തിയോണ്ടാണ് ഞങ്ങൾക്ക് പറ്റിയത്. ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെ സന്തോഷമാണ്. മദ്യം കുടിച്ചു പറ്റിച്ച ജീവിതം തിരിച്ചുപിടിച്ചത് ഇച്ഛാശക്തി ഒന്നുകൊണ്ടാണ്. പിന്നെ കൃത്യസമയത്ത് ദൈവദൂതനെ പോലെ ഇടപെട്ട ഫിലിപ്പ് മമ്പാടിനെ പോലെയുള്ളവരുടെ കൈത്താങ്ങും. വേണമെന്ന് വിചാരിച്ചാൽ ഉപേക്ഷിക്കാൻ കഴിയാത്തതല്ല ഒരു ലഹരിയും. പക്ഷേ അപ്പോൾ ലഹരി ജീവിതമാകണമെന്ന് മാത്രം. രതീഷ് പറഞ്ഞു നിർത്തുമ്പോൾ അത് നൽകുന്ന സന്ദേശം വാക്കുകൾക്കതീതമാണ്, ജീവിതത്തോളം ആഴമേറിയതും. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, News 18.